ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്ക് സംരക്ഷണം തുടർന്ന സർക്കാർ തട്ടിയെടുത്ത തുകയും പലിശയും തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. തിരിച്ചുപിടിച്ച തുകയുടെ കണക്കും വ്യക്തമാക്കാതെ സംസ്ഥാന സർക്കാർ. അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേര് വിവരം ഒടുവിൽ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായി സർക്കാർ പുറത്തുവിട്ടിരുന്നു. 1457 ജീവനക്കാരുടെ പേരും തസ്തികയും വകുപ്പുമടക്കമുള്ള വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടത്. പക്ഷേ പട്ടികയിലുള്ള ജീവനക്കാർക്ക് സംരക്ഷണം തുടരുകയാണ്. തട്ടിയെടുത്ത തുകയും 18% പലിശയും പിൻവലിക്കുമെന്ന പ്രഖ്യാപനം ഏതാണ്ട് പ്രഹസനമായ സാഹചര്യം. നഷ്ടമായ തുക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. വിരലിലെണ്ണാവുന്ന ജീവനക്കാരിൽ നിന്ന് മാത്രമാണ് തട്ടിയെടുത്ത പെൻഷനും പലിശയും തിരിച്ചുപിടിക്കാനായത്. എന്നാൽ ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടാനും സർക്കാർ തയ്യാറായിട്ടില്ല. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരും ഇതിന് കൂട്ടുനിന്നവരും ഇടത് സംഘടനാ പ്രവർത്തകരായതിനാലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക്. നേരത്തെ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ജീവനക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. എന്നാൽ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിക്ക് സർക്കാർ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇതും ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരെ അവസാനം വരെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിന്റെ തെളിവെന്നാണ് ഉയരുന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.